ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 3750 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരകാശിയിലെ ഈ പുണ്യനഗരം വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ഇഷ്ടകേന്ദ്രമാണ്. ഭഗീരഥൻ എന്ന രാജാവിന്റെ തപസ്സിൽ പ്രസാദിച്ച അദ്ദേഹത്തിന്റെ പൂർവികരായ സാരരാജാക്കന്മാർക്ക് മുക്തി നൽകാനായി ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു. സ്വർലോകത്തിൽ നിന്നും ഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ ആഘാതം ഒഴിവാക്കാനായി സാക്ഷാൽ പരമശിവൻ ഗംഗയെ തന്റെ ശിരസിലേക്ക് ഏറ്റുവാങ്ങി. ഇവിടെ നിന്നും ഗംഗ ഭൂമിയിലേക്ക് ഒഴുകി തുടങ്ങുന്ന സ്ഥലമാണ് ഗോമുഖ് എന്നറിയപ്പെടുന്നത്. ഗംഗോത്രിയിൽ നിന്നും 19 കിലോമീറ്റർ ദൂരമുണ്ട് ഗോമുഖിലേക്ക്. ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ഭൂമിയിലെത്തിയതിനാൽ ഗംഗാ നദി ഭാഗീരഥി എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാണ് ഐതിഹ്യം. ഭാഗീരഥി നദിയുടെ കരയിലായാണ് ചതുർധാം യാത്രയിലെ പ്രധാനപ്പെട്ട സന്ദർശന ഇടമായ ഗംഗോത്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞണിഞ്ഞ മലനിരകളും ഇടുങ്ങിയ താഴ്വരകളും ഗ്ലേസിയറുകളുമാണ് ഗംഗോത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായി ഈ വനം ഗംഗോത്രി നാഷണൽ പാർക്കായി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ഗൂർഖ രാജാവായിരുന്ന അമർനാഥ് ധാപ്പയാണ് ഗംഗോത്രി ക്ഷേത്രം പണികഴിപ്പിച്ചത്. അതിനുശേഷം നിരവധി സഞ്ചാരികളാണ് ഈ ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തുന്നത്. ജ്ഞാനേശ്വർ ക്ഷേത്രം, ഏകാദശി രുദ്രക്ഷേത്രം എന്നിവയാണ് ഗംഗോത്രിയിലെ പേരുകേട്ട മറ്റ് ക്ഷേത്രങ്ങൾ. ഗംഗോത്രിയിലെ തിളങ്ങുന്ന വെളുത്ത ക്ഷേത്രം എളിമയുള്ളതും ലളിതവുമായ ഒരു ഹിന്ദു ക്ഷേത്രമായി കണക്കാക്കി പോരുന്നു. 18ാം നൂറ്റാണ്ടിൽ പരമ്പരാഗത ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലും രൂപകൽപ്പനയിലും ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ഉത്തരവാദി ഗൂർഖ ജനറൽ അമർ സിംഗ് ധാപ്പയാണ്. മനോഹരമായ കൊത്തുപണികളുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 20 അടി ഉയരമുള്ള ഈ ക്ഷേത്രം അതിന്റെ നിർമ്മാണത്തിൽ ലളിതവും പൂർണ്ണമായും തിളങ്ങുന്ന വെള്ള ഗ്രാനൈറ്റ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. അകത്തെ ഭാഗത്ത്, അതായത് ശ്രീകോവിലിന്റെ സാന്റോറിയത്തിൽ മാ ഗംഗയുടെ വിഗ്രഹം ഒരു വെള്ളി വിഗ്രഹത്താൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഗംഗോത്രി ക്ഷേത്രത്തിന്റെ ചുവരിൽ മാ ഗംഗ ഭൂമിയിലേക്ക് വരുന്നതിന്റെ കഥ ചിത്രീകരിച്ചിരിക്കുന്നു. നാഗര വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും പ്രാദേശിക ഹിമാലയൻ വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗംഗോത്രി ക്ഷേത്രം. ഗംഗോത്രിക്കടുത്തായാണ് യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നീ 3 തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഗംഗോത്രിയിൽ കുളിക്കുന്നത് ആത്മാവിൽ നിന്നും പാപങ്ങൾ കഴുകിക്കളയുകയും മോക്ഷം നേടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആചാരമായി വിശ്വസിച്ചു പോരുന്നു. ഹിമാലയത്തിന്റെ കാന്തിക കൊടുമുടികൾക്കും ഇടതൂർന്ന വനങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായ പർവ്വതങ്ങളാലും പ്രകൃതി സൗന്ദര്യങ്ങളാലും ചുറ്റപ്പെട്ട ഗംഗോത്രി ക്ഷേത്രം ധ്യാനത്തിനും ആത്മവിചിന്തനത്തിനും പ്രചോദനം നൽകുന്ന വിഭവങ്ങൾക്കൊപ്പം അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഗംഗോത്രി നിരവധി ട്രെക്കിങ്ങുകളുടെയും മറ്റ് ആവേശകരമായ പ്രവർത്തനങ്ങളുടെയും ആരംഭ പോയിന്റായി പ്രവർത്തിക്കുന്നു. ഹിമാലയത്തിലെ പാറക്കെട്ടുകൾ, തെളിഞ്ഞ ജലാശയങ്ങൾ, അതിശയകരമാം വിധം സമൃദ്ധമായ സസ്യങ്ങൾ എന്നിവയും ഇവിടെ പരിവേഷണം ചെയ്യാൻ സാധിക്കും. ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഹിന്ദു ഭക്തരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. ഈ പ്രദേശത്തെ കനത്ത മഞ്ഞുവീഴ്ച കാരണം ഗംഗോത്രി ക്ഷേത്രം വർഷത്തിൽ 6 മാസം മാത്രമാണ് തുറന്നിരിക്കുക. പൊതുവെ ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ അക്ഷയതൃതീയയുടെ അവസരത്തിൽ തുറക്കുകയും ദീപാവലി വരെ പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു.